നമസ്കാരം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ലോഡുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു. അനന്തുവിന്റെ കുടുംബത്തെ നേരിൽ കണ്ടാണ് കമ്പനി അധികൃതർ സഹായ വാഗ്ദാനം നൽകിയത്. മുൻപ് ടിപ്പർ അപകടത്തിൽ പരിക്കേറ്റ സന്ധ്യ റാണിക്കും ധനസഹായം നൽകും. 19-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് പാറയുമായി പോയ ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് BDS വിദ്യാർത്ഥിയായ മുക്കോല കാഞ്ഞിരംവിള അനന്തു ഭവനിൽ അനന്തു മരിച്ചത്. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റീസ് ഡെന്റൽ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയായ അനന്തു കോളേജിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. ബാലരാമപുരം ഭാഗത്തേക്ക് പോകവെ എതിരെ വന്ന ലോറിയിൽ നിന്നാണ് കരിങ്കല്ല് വീണത്. അനന്തു ഹെൽമറ്റ് ധരിച്ചിരുന്നു. എന്നാൽ തലയിലും നെഞ്ചിലുമായി കരിങ്കല്ല് പതിച്ചതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മതിലിടിച്ചു. തലയ്ക്കും വാരിയലിനുമേറ്റ പരിക്കാണ് മരണകാരണം. സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. സംഭവത്തെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ഉപരോധവും നടന്നിരുന്നു. അനന്തുവിന്റെ വീട് സന്ദർശിച്ച മന്ത്രി V. ശിവൻകുട്ടി കുടുംബത്തിന് സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അദാനി ലിമിറ്റഡും കുടുംബത്തെ സഹായിക്കണമെന്നും അറിയിച്ചിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ധനസഹായം നൽകുമെന്ന വാഗ്ദാനം എത്തിയത്. വിഴിഞ്ഞത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് പാറയുമായി എത്തുന്ന ടിപ്പർ ലോറികൾ നിയമലംഘനങ്ങൾ നടത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരോ തയ്യാറായിരുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. തിരുവനന്തപുരത്തെ പ്രമുഖ CPM കുടുംബത്തിൽപ്പെട്ടവരാണ് നിലവിൽ ടിപ്പറിൽ കല്ലെത്തിക്കുന്ന കരാറുകാർ. അതുകൊണ്ടാണ് പോലീസ് മെല്ലെപ്പോക്കെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. വലിയ പാറകഷ്ണങ്ങൾ ഏതു നിമിഷവും പുറത്തേക്ക് തെറിച്ചു വീഴാവുന്ന നിലയിലാണ് വർഷങ്ങളായി ടിപ്പറുകൾ അതിർത്തി കടന്നു വരുന്നത്. അനുവദനീയമായതിലും ഇരട്ടിയിലധികം ഭാരവുമായി പായുന്ന ടിപ്പറുകൾ വഴിയാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും ഭീഷണിയാണ്. രാഷ്ട്രീയ പിൻബലമുള്ളത് തന്നെ ആർക്കും ഒന്നും ചെയ്യാനാകുന്നില്ല. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പിന്നിൽ അദാനി ഗ്രൂപ്പാണ്. പാറ എത്തിക്കാനുള്ള ചുമതലയാണ് CPM അടക്കമുള്ളവർ ഏറ്റെടുക്കുന്നത്. സംസ്ഥാനത്തെ പല ക്വാറികളും ഇവർക്ക് തുച്ഛമായ വിലയിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്തിക്കുന്ന പാറക്കല്ലുകൾക്ക് അപ്പുറത്തേക്കുള്ളവ തമിഴ്നാട് അതിർത്തി കടന്നെത്തും. ഇങ്ങനെ എത്തുന്ന ലോറികൾ പരമാവധി ലോഡടിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കും. അതിനിടെ അനന്തുവിന്റെ ജീവനെടുത്തത് 25ഓളം തവണ പെറ്റി കേസെടുത്ത പിഴ ഈടാക്കിയിട്ടുള്ള ടിപ്പർ ലോറിയാണെന്ന് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 23-നും അമിതഭാരത്തിന് 250 രൂപ ടിപ്പറിന് പിഴ ചുമത്തിയിട്ടുണ്ട്. ശബ്ദ മലിനീകരണത്തിനും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുമുള്ള ഓട്ടത്തിന് കഴിഞ്ഞ 14-ന് കാട്ടാക്കട സബ് RTO 2000 രൂപ പിഴ ചുമത്തിയിരുന്നു. പിഴയടച്ചാലും കൂടുതൽ ലോഡ് എത്തിച്ച് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പല ടിപ്പറുകളും മരണപ്പാച്ചിൽ നടത്തുന്നത്. അനന്തുവിന്റെ മരണകാരണം ലോറിയുടെ അമിതവേഗവും മോശം റോഡുമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അതേസമയം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് അനന്തു എന്ന BDS വിദ്യാർത്ഥിയുടെ വിടവാങ്ങൽ. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ചു വീണുണ്ടായ അപകടത്തിൽ മരിച്ച അനന്തുവിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയായിരുന്നു നാടും നാട്ടുകാരും നൽകിയത്. വീട്ടിലെയും കോളേജിലെയും പൊതുദർശനത്തിന് ശേഷം അനന്തുവിന്റെ മൃതദേഹം മുട്ടത്തറയിലെ ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. ഡോക്ടറായി അനന്തുവിനെ കാണാൻ കൊതിച്ച നാട്ടിലേക്കുള്ള അനന്തുവിന്റെ അവസാന യാത്ര നാടിന് തീരാ നൊമ്പരമായി മാറുകയായിരുന്നു. മകന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിയുള്ള അമ്മയുടെ കരച്ചിൽ ഒരു നാടിനെയും കണ്ണീരിലാഴ്ത്തി. അലമുറയിട്ട് കരയുന്ന മാതാവിനെ ആശ്വസിപ്പിക്കാനും ആർക്കും കഴിഞ്ഞിരുന്നില്ല. മകന്റെ വിയോഗം അറിഞ്ഞ് നെഞ്ചുപൊട്ടി കരയുന്ന ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും നാട്ടുകാർക്കായില്ല. ഒരു നാട് മുഴുവൻ അനന്തുവിന് അവസാന യാത്രാമൊഴി ചൊല്ലി. മുത്തശ്ശനോടും അമ്മയോടും യാത്ര പറഞ്ഞാണ് അനന്തു കോളേജിലേക്ക് യാത്ര തിരിച്ചത്. ഡോക്ടർ അനന്തു എന്ന ബോർഡ് വയ്ക്കാൻ ആഗ്രഹിച്ച അനന്തു ഭവനിലേക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് അനന്തു എത്തുന്നത് ചേതനേറ്റ ശരീരമായിട്ടായിരുന്നു. ഒരു നാട് പലതവണ മുന്നിൽ കണ്ട ദുരന്തം ഒടുവിൽ തേടിയെത്തിയത് നാടിനാകെ പ്രതീക്ഷയായി 26-കാരനെയാണ്.